ജീവിതം ജീവിതം ഒന്നേ ഉള്ളൂ എന്നാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പം ജീവിതത്തിലെന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും എന്താണ്? വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും എന്താണ്? വിലപ്പെട്ടതാണ്. ഓരോ നിമിഷങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ അനുഭവങ്ങളും അതിൽ നിന്നുള്ള ഓരോ ജീവിത പാഠങ്ങളുമാണ്. നമുക്ക് എന്തെങ്കിലും അനുഭവം തരാതെ ജീവിതത്തിൽ ഒരു നിമിഷങ്ങൾ പോലും കടന്നു പോകുന്നില്ല. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ജീവിതത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ നന്മകൾക്ക് എന്ത് ചെയ്യുക? നന്മകൾക്ക് പ്രാധാന്യം നൽകുക. ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കുക. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല കേട്ടോ. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യത്തിൽ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്നതിൽ എന്തിനാ തെറ്റില്ല. പക്ഷേ നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? തെറ്റായിട്ട് അഭിപ്രായം പറയുമ്പോൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യും? മറ്റൊരു വ്യക്തികളെ അത് പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് അത് പാടില്ല. ഏത് കാര്യത്തെക്കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കി വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം സത്യസന്ധമായിട്ട് എന്ത് ചെയ്യുക? പറയുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിന് മറുപടി പറയുന്നത് അത് ഒട്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതത്തിലെന്ന് പറഞ്ഞാൽ കള്ളങ്ങൾ കഴിവും പറയാതിരിക്കുക. കള്ളങ്ങൾ പറയുവാൻ പാടില്ലെന്നാണ്. കള്ളങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പറയുവാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരാൾക്ക് അപകടമുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദ്രോഹമാകുന്ന കള്ളങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയാൻ പാടില്ല കേട്ടോ. അത് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കണം. ജീവിതത്തെ താങ്ങി നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ജീവിതത്തെ താങ്ങി നിർത്തുന്നത് എന്താണ്? നന്മകളാണ് ജീവിതത്തെ താങ്ങി നിർത്തുന്നത്. നന്മകൾ പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതത്തിൽ എന്തുണ്ടാവുകയുള്ളൂ? ഒരു നല്ല എക്സിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റ് ജീവിതത്തിൽ ആഞ്ഞു വീശിയാലും കടപുഴകാതെ നമ്മെ തടയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകളാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം നന്മകൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. അതുമാത്രമാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എന്തുണ്ടാവണം? നന്മയുണ്ടാകണം. വാക്കിലും നന്മയുണ്ടാകണം, പ്രവൃത്തിയിലും നന്മയുണ്ടാകണം. ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഒരുപാട് വലിയ നന്മകളൊന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല. വലിയ നന്മകൾ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ചെറിയ ചെറിയ നന്മകൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, ചെറിയ ചെറിയ നന്മകൾ ഞാൻ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ കഴിയുന്ന ചെറിയ ചെറിയ നന്മകൾ ഞാൻ മറ്റൊരാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് കുറ്റം മറ്റൊരാളോട് പറയാനോ ഒന്നും ഞാൻ ശ്രമിക്കാറില്ല, പറയാറുമില്ല. ഒരാളുടെയും കുറ്റം ഞാൻ മറ്റൊരാളോട് പറയാറില്ല. കാരണം അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങളിൽ പോലും ഉലയുന്നതിനത് കാരണമായി മാറും കേട്ടോ. കാരണം ഇന്ന് നിങ്ങൾ ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയുന്നു, ഈ കേൾക്കുന്ന ആൾ ചിലപ്പോൾ നാളെ നിങ്ങളുടെ ശത്രുവായി മാറിയേക്കാം കേട്ടോ. ഇന്നത്തെ ബന്ധു എന്താ? നാളത്തെ ശത്രുവാകാം. കാരണം ഇന്നത്തെ ശത്രു നാളെ എന്തായി മാറാം? ബന്ധുവായി മാറിയേക്കാം. ലോകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ശത്രു എന്ന് കരുതി മാറ്റി നിർത്തുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? ആപത്തിലൊരു കൈ നിന്ന് സഹായിക്കുന്നത്. അത് നമുക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടാകണം കേട്ടോ. അപ്പോൾ നമ്മൾ ബന്ധു എന്ന് കരുതുന്നവരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു ആപത്ഘട്ടം ഉണ്ടാകുമ്പോൾ മാറി നിൽക്കുകയുള്ളൂ. നമ്മൾ ശത്രു എന്ന് കരുതുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ അന്നേരം നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്മകൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരാൾക്ക് നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ കൊണ്ട് എന്തുണ്ടാവരുത്? ഒരു പ്രയാസങ്ങൾ ഉണ്ടായി മാറരുത്. നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ മറ്റൊരാൾക്ക് ദ്രോഹമായി മാറരുത്. അത് നിങ്ങളോട് തുറന്നു പറയാം. ഞാൻ മറ്റൊരാളുടെ കുറ്റങ്ങൾ മറ്റൊരാളോട് പറയുകയോ വേറൊരാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ കള്ളങ്ങൾ പറയാൻ പാടില്ല. ചിലപ്പോൾ ഒരാളെ തകർക്കാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യുന്ന കള്ളങ്ങൾ പറയും, കടുത്ത കള്ളങ്ങൾ പറയും. അതെന്ത് ചെയ്യും? ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തകർത്തേക്കാം. അതൊന്നും പാടില്ല. അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ പിന്നെ വളരെ വലുതാണ്. കാരണം അങ്ങനെ ഒരാളുടെ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് മറ്റൊരാളുടെ ജീവിതം തകർത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് 10 മടങ്ങാണ് അതിൻ്റെ അത് ജീവിതത്തിൽ കർമ്മ എന്നൊരു സംഭവമുണ്ട്. കർമ്മം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ത് ചെയ്യും? നല്ല പ്രവൃത്തികളാണെങ്കിൽ നന്മകളായി മാറും, മോശം പ്രവൃത്തികളാണെങ്കിൽ എന്തായി ദോഷമായി മാറും. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, സത്യം പറയുക, സത്യം പറയുക കേട്ടോ. മറ്റൊരാൾക്ക് വീണ്ടും നിങ്ങൾ ഓർമ്മിക്കുകയാണ്, മറ്റൊരാൾക്ക് അപകടമുണ്ടാകുന്ന ഒരു കള്ളങ്ങൾ ജീവിതത്തിൽ പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല. നല്ല ചിന്താഗതികൾ വെച്ച് പുലർത്തുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക.